ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു കിക്ക് ഓഫ് കുക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉലുവ പാനി അഥവാ ഉലുവ കഞ്ഞി, മധുരക്കഞ്ഞി എന്നൊക്കെ പറയുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഉപകാരപ്രദമായതും അതുപോലെ തന്നെ എല്ലുകൾക്കൊക്കെ ബലം ലഭിക്കുന്നതും സന്ധിവേദന, നടുവേദന, രക്തക്കുറവ് ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന ഒരു റെസിപ്പിയാണ്. കർക്കിടക മാസത്തിലും അതുപോലെ തന്നെ പ്രസവശേഷം സ്ത്രീകൾ കഴിക്കുന്നതുമായിട്ടുള്ള ഒരു വിഭവം കൂടിയാണിത്. പ്രസവശേഷം നമ്മൾ ഏകദേശം ഒരു 3 ദിവസം അടുപ്പിച്ച് എല്ലാ സ്ത്രീകളും ഇത് കഴിക്കാറുണ്ട്. കാരണം അത്രത്തോളം ഗുണമുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടാണ്. മാത്രമല്ല, ഗർഭിണികൾ ഇതൊരിക്കലും കഴിക്കാൻ പാടില്ല. അവരുടെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ നടുവൊക്കെ ഉറക്കുന്നതിനായിട്ടാണ് നമ്മളിത് കഴിക്കാറുള്ളത്. പ്രസവശേഷം നമുക്ക് നമ്മുടെ അസ്ഥികളൊക്കെ അയഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അതൊക്കെ ഒന്ന് ഉറച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയൊക്കെ കൂടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഏകദേശം ഒരു 250 ഗ്രാം അളവിൽ ഉലുവ 6 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളിത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തായാലും ഞാനിവിടെ ഉലുവ നല്ലതുപോലെ ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഓൾറെഡി നമ്മൾ കഴുകിയിട്ടാണ് കുതിർത്തി എടുത്തിരിക്കുന്നത്. എങ്കിലും നമുക്ക് ഒന്നുകൂടി ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് അല്പം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇത് തയ്യാറാക്കുന്നത് മൺകലത്തിലാണ്. നിങ്ങൾക്ക് മൺകലം കയ്യിലില്ല എങ്കിൽ കുക്കറിലിട്ട് 2-3 വിസിലടുപ്പിച്ച് ഇത് വേവിച്ചെടുക്കാം. കൂടുതലും ഇതിൻ്റെ ആ ഒരു തനതായ സത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ മൺകലത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു 3 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇതിൽ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഒരു ദിവസം തയ്യാറാക്കി വെച്ചാൽ നമുക്ക് 3 ദിവസം വരെ ഇത് കുടിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ മൺകലത്തിലേക്ക് ഉലുവ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തതിന് ശേഷം ഇത് ആദ്യം ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം. അങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഉലുവ, ഓൾറെഡി നമ്മുടെ ഉലുവ നല്ലതുപോലെ ഒന്ന് കുതിർന്നിരിക്കുന്നതാണ്, എങ്കിലും നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഉലുവ ഏകദേശം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ കയ്പ്പ് രസമൊക്കെ ആ വെള്ളത്തിലേക്ക് നല്ലതുപോലെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വേവിച്ച് എടുത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഊറ്റി മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിലും നമ്മൾ വെള്ളത്തിൻ്റെ അംശം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആ ഉലുവയുടെ വെള്ളം ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരെ മൺകലത്തിലേക്കാണ് ആ വെള്ളം ഒഴിച്ചു വെക്കുന്നത്. ബാക്കിയുള്ള ഉലുവ ഒന്ന് നല്ലതുപോലെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കുക. നല്ലതുപോലെ ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇതിലെ ആ കയ്പ്പ് സത്തൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം. അതുപോലെ തന്നെ ഉലുവ കൊണ്ടുള്ള ലേഹ്യം, പാനി ഇതൊക്കെ കഴിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇത് കഴിച്ചതിന് ശേഷം നിങ്ങൾ വെള്ളം മാക്സിമം കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക. പച്ചവെള്ളം ഒട്ടും തന്നെ കുടിക്കരുത്. ചൂടുവെള്ളമൊക്കെ ഒരു ചെറിയ ഗ്ലാസ് അളവിൽ കുടിക്കുക. ഒരു 2-2.5 മണിക്കൂറിന് ശേഷം മാത്രം നമ്മൾ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ തല നല്ലതുപോലെ നനച്ചുള്ള കുളി നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. മേലും മാത്രം കഴുകുക. അതല്ലെങ്കിൽ നമ്മളിത് ലേഹ്യം വൈകുന്നേരമാണ് കഴിക്കുന്നതെങ്കിൽ രാവിലെ നമുക്ക് ലേഹ്യമല്ല ഉലുവ പാനി ഏതായാലും നമ്മൾ രാവിലെ കുളിക്കുകയാണെങ്കിൽ നമുക്കിത് വൈകിട്ട് കഴിക്കാം. ഒരുമിച്ച് ഇത് ചെയ്യരുത്. നമുക്ക് പനിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നല്ല തണുപ്പുള്ള ഒരു സാധനമാണ് ഈ ഉലുവ പാനി എന്ന് പറയുന്നത്. ഉലുവ പാനിയായാലും ഉലുവ ലേഹ്യമായാലും ഉലുവ എന്ന് പറയുന്നത് നമുക്ക് തണുപ്പ് നൽകുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെ എന്തായാലും ഉലുവയിലെ സത്തൊക്കെ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് അതിലെ വെള്ളത്തിൻ്റെ അംശം എല്ലാം, കയ്പ്പ് രസവും സത്തും എല്ലാം നല്ലതുപോലെ അതിൽ നിന്ന് അരിച്ചെടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഈ ബാക്കിയുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശം കൂടി നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഈ അരിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ഉലുവയുടെ ഈ ഒരു വരുന്ന ചപ്പ് പോലുള്ള ഇത് നമ്മൾ കളയത്തില്ല. അത് വെച്ചിട്ടാണ് നമ്മൾ ലേഹ്യം അല്ലെങ്കിൽ ഉലുവ വിരകിയത് തയ്യാറാക്കുന്നത്. അത് വെച്ചിട്ടാണ് ലേഹ്യമല്ല, ഉലുവ വിരകിയത് തയ്യാറാക്കുന്നത് അത് വെച്ചിട്ടാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ളതാണ് മാറ്റി വെക്കണം. നമ്മൾ വെള്ളം നല്ലതുപോലെ ഊറ്റിയെടുത്തതിന് ശേഷം അത് മൺകലത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചൊരു കുറുക്കത്തിനായിട്ട് 1 സ്പൂൺ അളവിൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഉലുവയുടെ അതിൽ നിന്ന് കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെക്കുക. ഇത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കരിപ്പെട്ടിയാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഉലുവയുടെ ആണെങ്കിലും ഏത് റെസിപ്പീസ് ആയാലും നമ്മുടെ ആയുർവേദ രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ശർക്കര ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഒരിക്കലും നമ്മളങ്ങനെ ശർക്കര ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാം. കൂടുതലും കരിപ്പെട്ടി തന്നെ ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്കത് കൂടുതലും നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതലും എല്ലാവരും കരിപ്പെട്ടി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 300 ഗ്രാം അളവിൽ 150 ഗ്രാം ഉലുവയ്ക്ക് 300 ഗ്രാം അളവിൽ കരിപ്പെട്ടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 5-6 ഏലക്കയും 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കരിപ്പെട്ടി ആയതുകൊണ്ടാണ് ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് നുറുക്കിയിട്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പാനിയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ്. കരിപ്പെട്ടിയിൽ അങ്ങനെയുള്ള വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ തന്നെ അത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം. നമ്മൾ നേരത്തെ അരച്ചെടുത്ത ഉലുവയുടെ ബാക്കിയുള്ളത് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി അടച്ച് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് പിന്നീട് ഉലുവ വിരകിയത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഞാനിത് ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ്. അങ്ങനെ നമ്മുടെ നേരത്തെ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള ഉലുവയുടെ പാനിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ എടുക്കണം. തേങ്ങാപ്പാൽ 1/4 പാല് മാത്രം മതി. പാലെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പച്ചവെള്ളത്തിൽ നമ്മൾ തേങ്ങ അരച്ചെടുക്കരുത്. ചെറു ചൂടുവെള്ളത്തിൽ തന്നെ തേങ്ങ അരച്ച് അതിൻ്റെ 1/4 പാല് എടുത്ത് സൂക്ഷിച്ച് വെക്കുക. അത് മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒട്ടും തന്നെ പച്ചവെള്ളത്തിൻ്റെ അംശം നമ്മൾ ഇതിലേക്ക് ചേർക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഞാനിത് എടുക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളമാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് എടുക്കുക. ഇന്നിപ്പോൾ ഞാൻ 1 കപ്പ് അളവിലായിരിക്കും ഉലുവപ്പാനി ഇതിൽ നിന്ന് എടുക്കുന്നത്. ഇതിൽ നിന്ന് ഈ 1 കപ്പ് അളവിലെടുത്തിട്ട് 1 കപ്പ് അളവിൽ തന്നെ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ബാക്കിയുള്ളത് അതുപോലെ തന്നെ അവിടെ മൂടി വെക്കും. പിറ്റേ ദിവസം രാവിലെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ തന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ട് 1 കപ്പ് അളവിൽ തന്നെ ചേർത്ത് നമ്മൾ കുടിക്കുക. ഇങ്ങനെ 3 ദിവസം അടുപ്പിച്ച് നമുക്കിത് കുടിക്കണം. ഏറ്റവും കുറഞ്ഞത് 3 ദിവസമെങ്കിലും കുടിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 7 ദിവസം വരെ ഇത് കുടിക്കാം. വളരെ നമുക്ക് ഉപകാരവും ഗുണവും ചെയ്യുന്ന ഒരു വസ്തുവാണ് ഈ ഉലുവ പാനി എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും തയ്യാറാക്കി കുടിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഏകദേശം 1 കപ്പ് അളവിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ തന്നെ ചെറു ചൂടുവെള്ളം ഒഴിച്ച് അരച്ചെടുത്ത 1/4 പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അതൊക്കെ വേണമെങ്കിൽ ഒരു ഡെക്കറേഷന് താളിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ നമുക്കൊന്ന് മധുരം ബാലൻസ് ചെയ്യാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണ്ടവർ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമുക്ക് മധുരം ബാലൻസ് ചെയ്ത് കുടിക്കുമ്പം ഒരു പ്രത്യേക രുചിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ നെയ്യോ ഒന്നും വറുത്തൊന്നും ഇടുന്നില്ല. ഇങ്ങനെ തന്നെ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കുടിക്കുകയാണ്. ഒട്ടും നമുക്ക് കയ്പ്പ് തോന്നില്ല. കഴിക്കുമ്പോൾ വളരെ രുചികരമായിട്ട് നമുക്ക് കുടിക്കുകയും ചെയ്യാം. നമുക്ക് മടുപ്പോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. കുട്ടികൾക്കും കൊടുക്കാം. കുട്ടികൾക്ക് ഒരുപാട് കൊടുക്കാണ്ടിരിക്കുക. കുട്ടികളും യാതൊരുവിധ മടി കൂടാണ്ട് കുടിക്കുക തന്നെ ചെയ്യും. അത്രയ്ക്ക് രുചികരമായിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഗർഭിണികൾ ഇതൊട്ടും കഴിക്കാൻ പാടില്ല. ഉലുവ കൊണ്ടുള്ള ഓരോ ഐറ്റംസും കഴിക്കാൻ പാടില്ല. കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഞാനിത് കുടിക്കാൻ ഒരുപാട് ആ സമയത്ത് ആഗ്രഹിച്ചിരുന്നു. പിന്നീട് നമുക്ക് പ്രസവശേഷം കുടിക്കാൻ നമുക്ക് ആർക്കും തോന്നില്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അങ്ങനെ ആ സമയത്ത് കുടിക്കാൻ പോയപ്പോൾ എൻ്റെ ഉമ്മ തന്നെയാണ് എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്, കുടിക്കരുത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന ചെറിയ അറിവുകൾ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരുന്നതാണ്. പിന്നീട് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഉലുവപ്പാനി നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയും രക്തക്കുറച്ചിലൊക്കെ മാറാനും
അതുപോലെ തന്നെ എല്ലുകൾക്ക് ബലം നൽകാനൊക്കെ ഒരുപാട് സഹായകരമായിട്ടുള്ള ഒരു വിഭവമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. എല്ലാ സ്ത്രീകളും, കൂടുതലും സ്ത്രീകൾ തന്നെ ഇത് തയ്യാറാക്കി കുടിക്കാറുള്ളത്. അതുകൊണ്ടാണ് സ്ത്രീകളെന്ന് എടുത്തു പറയുന്നത്. പുരുഷന്മാർക്കും ഇത് കുടിക്കാം. പിന്നെ ഇതിന് ഉലുവ കൊണ്ടുള്ള വിരകി ഇതൊക്കെ നമുക്ക് പുരുഷന്മാർ ജോലിക്ക് പോകുന്നവർക്കൊക്കെ നല്ലപോലെ നടുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്, അവർക്കത് കുടിക്കാവുന്നതാണ്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിലേക്കും ബൈ.